കണ്ണൂരിലെ ബി.ജെ.പി. പ്രവർത്തകൻ മുഴുപ്പിലങ്ങാട്ട് എളമ്പിലായി സൂരജിനെ കൊലപ്പെടുത്തിയ കേസിൽ ജില്ലാ സെഷൻസ് ജഡ്ജി കെ.ടി. നിസാർ അഹമ്മദ് ഇന്ന് വിധി പറയും. CPM വിട്ട ബി.ജെ.പിയിൽ ചേർന്നതിന്റെ വൈരാഗ്യത്തിൽ CPM ക്രിമിനൽ സംഘം സൂരജിനെ വെട്ടിക്കൊലപ്പെടുത്തുകയായിരുന്നു. സൂരജ് വധക്കേസിൽ 28 സാക്ഷികളെ വിസ്തരിച്ചു. 51 രേഖകൾ ഹാജരാക്കി. കൊലപാതകം, ഗൂഢാലോചന എന്നീ കുറ്റം ചുമത്തി 12 CPM പ്രവർത്തകർക്കെതിരെയാണ് കേസ്. 2 പ്രതികൾ സംഭവശേഷം മരിച്ചു. തുടക്കത്തിൽ 10 പേർക്കെതിരെയായിരുന്നു കുറ്റപത്രം. TP ചന്ദ്രശേഖരൻ കൊലക്കേസിൽ പിടിയിലായ സമയത്ത് TK രജീഷ് ഈ കൊലപാതകത്തിലെ പങ്ക് വെളിപ്പെടുത്തി. മുഖ്യമന്ത്രിയുടെ പ്രസ് സെക്രട്ടറി PM മനോജിന്റെ സഹോദരൻ മനോരാജ് നാരായണന്റെയും പങ്ക് വെളിപ്പെടുത്തിയിരുന്നു. ഇതേ തുടർന്ന് ഇവർ രണ്ടുപേരെയും പ്രതികളാക്കി അനുബന്ധ കുറ്റപത്രം സമർപ്പിച്ചു. പ്രോസിക്യൂഷന് വേണ്ടി സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് P. പ്രേമരാജൻ ഹാജരായി. ഈ കേസിൽ കുറ്റാരോപിതർക്കെതിരെ, ഗൂഢാലോചന നടത്തിയവർക്കെതിരെ സംഭവത്തിന് മുമ്പേയും സംഭവത്തിന് ശേഷവും സംഭവ സമയത്തും ഉള്ള കൃത്യമായ തെളിവുകൾ ഹാജരാക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞിട്ടുണ്ട്. 2005 ആഗസ്റ്റ് 7 രാവിലെ 8:40 ഓട്ടോയിലെത്തിയ CPM ക്രിമിനൽ സംഘം രാഷ്ട്രീയ വിരോധത്താൽ സൂരജിനെ ബോംബെറിഞ്ഞ ശേഷം വെട്ടിക്കൊലപ്പെടുത്തുകയായിരുന്നു. സംഭവത്തിന് 6 മാസം മുൻപും സൂരജിനെ വധിക്കാൻ ശ്രമിച്ചിരുന്നു. ഇരുകാലിനുമെന്ന് വെട്ടേറ്റ സൂരജ് 6 മാസം കിടപ്പിലായിരുന്നു. ജനം, കണ്ണൂർ. ഇന്ന് ഈ കേസിൽ വിധി ഇന്ന് വരികയാണ്. മിഥുൻ പിള്ള ചേരുന്നു. മിഥുൻ, വളരെ പ്രധാനപ്പെട്ട സുപ്രധാനമായ ഒരു കേസിൻ്റെ വിധിയാണ്. സൂരജ് വധക്കേസിൻ്റെ വിധി ഇന്ന് വരുന്നു. കൂടുതൽ വിശദാംശങ്ങൾ മിഥുൻ പിള്ള. വിനോദ്, കണ്ണൂരിലെ രാഷ്ട്രീയ കൊലപാതകങ്ങളെ ചരിത്രത്തിൽ വളരെ സുപ്രധാനമായ ഒരു കേസാണ് മുഴപ്പിലങ്ങാട് എളമ്പലായി സൂരജിന്റെ വധക്കേസ്. CPM വിട്ട് BJPയിൽ ചേർന്ന വിരോധത്തിലായിരുന്നു ഒരു സംഘം CPMകാർ പട്ടാപ്പകൽ സൂരജിനെ മുഴപ്പിലങ്ങാട് നഗരത്തിലിട്ട് വെട്ടിക്കൊലപ്പെടുത്തുന്നൊരു സാഹചര്യം ഉണ്ടായത്. ഈ കേസുമായി ബന്ധപ്പെട്ട് ഏതാണ്ട് 2005 ഈ കേസ് സംഭവം നടക്കുന്നത്. 20 വർഷങ്ങൾക്കിപ്പുറമാണ് ഈ കേസിന്റെ വിചാരണ പൂർത്തിയാക്കി ഇപ്പോൾ വിധി ഇന്ന് വരുന്നത്. തലശ്ശേരി ജില്ലാ സെഷൻസ് ജഡ്ജി KT. നിസാർ അഹമ്മദാണ് ഈ കേസിന്റെ വിധി എന്ന് പറയുക. കേസുമായി ബന്ധപ്പെട്ട് 28 സാക്ഷികളെ പ്രോസിക്യൂഷൻ വിസ്തരിച്ചിട്ടുണ്ടായിരുന്നു. 51 രേഖകൾ ഈ കേസുമായി ബന്ധപ്പെട്ട് ഹാജരാക്കുകയും ചെയ്തു. കേസിൽ 12 പ്രതികളാണ് ഉണ്ടായിരുന്നത്. എന്നാൽ ഈ 2 പ്രതികൾ ഈ സംഭവത്തിന് ശേഷം മരണപ്പെട്ടിരുന്നു. ആദ്യഘട്ടത്തിൽ 10 പേരെ പ്രതിയാക്കിക്കൊണ്ടാണ് പോലീസ് കുറ്റപത്രം സമർപ്പിച്ചത്. അതിൽ തന്നെ 2 പേരെ ഇനിയും പിടികൂടാനുണ്ട് എന്ന് ആദ്യഘട്ട കുറ്റപത്രത്തിൽ പോലീസ് വ്യക്തമാക്കിയിരുന്നു. അതിനുശേഷമാണ് ഈ TP ചന്ദ്രശേഖരൻ വധക്കേസ് സംഭവിക്കുന്നത്. ആ കൊലക്കേസിൽ പിടിയിലായ TK രജീഷ് എന്ന് പറയുന്ന കൊലയാളി പോലീസ് നൽകിയ കുറ്റസമ്മത മൊഴിയിൽ താൻ ഈ എളമ്പിലായി സൂരജ് വധക്കേസിൽ തനിക്കും പങ്കുണ്ട്, തനിക്ക് മാത്രമല്ല ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ പ്രസ് സെക്രട്ടറി ആയിട്ടുള്ള PM മനോജിന്റെ സഹോദരനുണ്ട്, PM മനോരാജ് നാരായണൻ, അയാൾക്കും ഈ കേസിൽ പങ്കുണ്ട് എന്ന് കുറ്റസമ്മത മൊഴി നൽകുന്നൊരു സാഹചര്യമുണ്ടായി. ആ സംഭവത്തോടുകൂടി TK രജീഷിനെയും മനോരാജ് നാരായണനെയും പ്രതികളാക്കിക്കൊണ്ട് ഒരു അനുബന്ധ കുറ്റപത്രം പോലീസ് ഈ കേസുമായി ബന്ധപ്പെട്ട് സമർപ്പിക്കുകയും ചെയ്തിരുന്നു. ഇതോട് ഇപ്പോൾ നിലവിൽ 10 പ്രതികളാണുള്ളത്. ആ കേസിന്റെ വിചാരണ പൂർത്തിയായി കഴിഞ്ഞു. മാസങ്ങൾ നീണ്ട വിചാരണയായിരുന്നു. 5 മാസത്തോളം ഈ കേസിന്റെ വിചാരണ എടുത്തിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ വിധി പറയുന്നത്. 2005 ആഗസ്റ്റ് 7 രാവിലെ ഏതാണ്ട് 8:40 ഈ ഒരു സംഭവം നടക്കുന്നത്. പാല് വാങ്ങാനായി മുഴപ്പിലങ്ങാടേക്ക് പോയ സൂരജിനെ പതിയിരുന്ന CPMകാർ ബോംബെറിഞ്ഞ് ഒരു ഭീതി പടർത്തിയ ശേഷം വടിവാള് കൊണ്ട് വെട്ടിക്കൊലപ്പെടുത്തുകയായിരുന്നു. ഈ സംഭവത്തിന് മുമ്പേ അതായത് 6-7 മാസം മുൻപേ സമാനമായ രീതിയിൽ സൂരജിനെ വധിക്കാൻ CPMകാർ ഒരു ശ്രമം നടത്തിയിരുന്നു. അന്ന് 2 കാലുകൾക്കും സൂരജിന് വെട്ടേറ്റ് സാരമായി പരിക്കേറ്റിരുന്നു. തുടർന്ന് ഏതാണ്ട് 5-6 മാസത്തോളം സൂരജ് കിടപ്പിലാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് ഈ വയ്യാത്ത കാലുമായി രാവിലെ മുഴപ്പിലങ്ങാട് ടൗണിലേക്ക് പോയ സമയത്താണ് പതിയിരുന്ന CPMകാർ ആക്രമിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. മരിച്ചതിന് ശേഷവും സൂരജിനെ അവർ വെറുതെ വിട്ടില്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. കാരണം മരിച്ച അദ്ദേഹത്തിന്റെ ശവസംസ്കാരം കഴിഞ്ഞ് അദ്ദേഹത്തിന്റെ സ്മൃതി കുടീരം പോലും പിക്കാസ് കൊണ്ട് തല്ലി പൊളിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ട് 2 തവണ ഇത്തരത്തിൽ അദ്ദേഹത്തിന്റെ സ്മൃതി കുടീരം പോലും CPMകാർ തച്ച് തകർത്തിട്ടുണ്ട്. അത്തരത്തിൽ അതായത് ഒരു
CPM എന്ന രാഷ്ട്രീയം ഉപേക്ഷിച്ചതിന്റെ പേരിൽ ശവകുടീരത്തോട് പോലും അസഹിഷ്ണുത കാണിച്ച ഒരു സാഹചര്യം നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ആ ഒരു സാഹചര്യത്തിൽ കൂടി ഇന്ന് വളരെ പ്രാധാന്യമുണ്ട്. മാത്രമല്ല TP കേസിലെ പ്രതിയും അതുപോലെ തന്നെ PM മനോജിന്റെ സഹോദരൻ PM മനോരാജ് അടക്കം ഈ കേസിൽ പ്രതിയാണെന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. ഏതായാലും 11 മണിയോടുകൂടി തലശ്ശേരി ജില്ലാ സെഷൻസ് ജഡ്ജി KT നിസാർ അഹമ്മദ് ഈ കേസിന്റെ വിധി പറയും. വിനോദ്. അതെ, തീർച്ചയായും 11 മണിയോടുകൂടി ഈ സുപ്രധാനമായ കേസിൻ്റെ വിധി ഇന്ന് പുറത്തുവരും. വിവരങ്ങൾ നൽകുകയായിരുന്നു കണ്ണൂരിൽ നിന്നും മിഥുൻ പിള്ള.